നമസ്കാരം, കിളിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വെജിറ്റബിൾ സൂപ്പാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഈ മഴക്കാലത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പാണ്. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു സ്പൂണ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കൊരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം പൊട്ടി തുടങ്ങുമ്പോൾ 1 സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, ചെറുതായി അരിഞ്ഞതാണ്, അതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത് അതിട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് പച്ചക്കറികൾ ഓരോന്നായി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അത് ഞാനിവിടെ ബീൻസാണ് ഇട്ട് കൊടുക്കുന്നത്. 1 കപ്പ് ബീൻസ് പൊടി പൊടിയായിട്ട് അരിഞ്ഞതാണിത്. ഇതിട്ട് കൊടുക്കാം. ചെറുതായി ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്, ഇതിട്ട് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം വേണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികൾ വെച്ചിട്ട് നമുക്ക് ഈ സൂപ്പ് ഉണ്ടാക്കി നോക്കാം. 1 കപ്പ് ക്യാബേജ് ഗ്രേറ്റ് ചെയ്തതാണ്, ഇതിട്ട് കൊടുക്കാം. ഇനി 1 കപ്പ് ഉരുളക്കിഴങ്ങ്, ഇത് ഞാൻ ചെറുതായി ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, അതിട്ട് കൊടുക്കാം. ഇത് ബീറ്റ്റൂട്ട് അരിഞ്ഞതാണ്, ഇതിട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറിയാൽ മതി. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് നന്നായി വേവിച്ചെടുക്കാം. ഇപ്പം നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തിക്നെസ്സിന് വേണ്ടിയിട്ട് 1 സ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു തിക്നെസ്സിന് വേണ്ടിയിട്ടാണ്. ഇനി 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ പെപ്പറും ഇട്ട് കൊടുക്കാം. കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തു നോക്കണം. കഴിക്കുകയാണെങ്കിൽ ഇതൊരു ശീലമാക്കാം, നല്ലതാണ്. ഇനി കുറച്ച് സ്പ്രിംഗ് ഓണിയനും മല്ലിയിലയും അരിഞ്ഞത് ചേർത്തിട്ട് നമുക്കിത് ഇറക്കി വയ്ക്കാം. നമ്മുടെ സൂപ്പ് ഇവിടെ റെഡിയാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്